കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു സൈനികന്റെ കഥ കേട്ടാലോ? കഥയുടെ പേര് തീ പോലെ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൊള്ളയ്ക്കൽ. രാജാവിന്റെ സൈന്യത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഒരു സൈനികൻ അകലെ ഒരു ഗ്രാമത്തിൽ താമസം തുടങ്ങി. ഒരു കാവൽക്കാരനെയും നിയമിച്ചു. എന്നെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ തീ പോലെയാണ് എന്ന് പറയണം. സൈനികൻ കാവൽക്കാരനെ പറഞ്ഞേൽപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ഒരാൾ പുതിയ താമസക്കാരനെ പറ്റി ചോദിച്ചു. തീ പോലെയാണ് എന്ന് കേട്ടപ്പോൾ അയാൾ വേഗം സ്ഥലം വിട്ടു. കുറെ കഴിഞ്ഞ് അയൽക്കാരനായ മറ്റൊരാൾ വന്നു. അയാളോടും കാവൽക്കാരൻ അതുതന്നെ പറഞ്ഞു. തീ പോലെ എന്ന് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. കാവൽക്കാരന് അത്ഭുതമായി. അയാൾ അകത്തു കടന്നു കാര്യം പറഞ്ഞു. സൈനികൻ പറഞ്ഞു, തീയുടെ പ്രത്യേകത അറിയില്ലേ? ആവശ്യത്തിലേറെ അടുത്തു ചെന്നാൽ പൊള്ളലേൽക്കും. വളരെ അകലെയിരുന്നാൽ ചൂടോ വെളിച്ചമോ ഒന്നും കിട്ടുകയുമില്ല. എന്നാൽ ആവശ്യമുള്ള അകലത്തിൽ ഇരുന്നാൽ തീ കായാനും മറ്റും പ്രയോജനപ്പെടുത്താം. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റവും ഇതുപോലെ തന്നെയാവണം. അനാവശ്യമായി ഇടപെടാതെ വേണ്ട അകലം പാലിക്കണം. അതറിയാവുന്ന മാന്യനാണ് രണ്ടാമത് വന്നത്. അയാളെ കടത്തിവിട്ടോളൂ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.